പച്ചമാരെ നമുക്ക് ഇന്ന് ഇവിടെ വെക്കാനുള്ളത് ത്രീ വേ ഡൈവേർട്ടർ ആണ്. നമ്മളിപ്പോ ത്രീ വേ ഡൈവേർട്ടറിന് വേണ്ടിയിട്ടാണ് ഈ ചാല അടിച്ചിട്ടുള്ളത്. നമ്മൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഇതാണ് നമ്മുടെ കോൾഡ് വാട്ടർ, അതുപോലെ ഈ കാണുന്നതാണ് ഹോട്ട് വാട്ടർ. പിന്നെ നമ്മൾ സ്പൗട്ടിന് പോയിന്റ് എടുക്കുന്ന ഈ ഒരു പോയിന്റ് ഇതാണ് സ്പൗട്ട് എടുക്കുന്നത്, അതായത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇത് നമ്മളെ ഹാൻഡ് ഷവറിനാണ്, ആ പോയിന്റ് ഇവിടെ നിർത്തും. പിന്നെ ഇതാണ് ഷവർ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഇവിടെ ടു വേ ഡൈവേർട്ടർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കാണുമ്പോൾ കൺസീൽ വരച്ചത്. അതിനാണ് നേരെ താഴെ നമ്മൾ ഈ ചാലെല്ലാം അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പാർട്ട് സാധനം എടുത്തപ്പം ത്രീ വേ ഡൈവേർട്ടറാണ് എടുത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ടീ നമ്മൾ ഇട്ടിട്ടുള്ളത് ഹീറ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള കോൾഡ് വാട്ടറിൻ്റെ ലൈനാണ്. ഇവിടെ നമുക്കൊരു ക്രോസ് ബെൻഡ് ഇടും, ഇതിനും ക്രോസ് ബെൻഡ് ഇടും, നമ്മളെ സ്പൗട്ടിന് വരുന്ന ലൈനിലും ക്രോസ് ബെൻഡ് ഇടും. എങ്കിൽ മാത്രമാണ് ഈ ഹോട്ട് വാട്ടർ നേരെ ഹീറ്ററിലേക്ക് കയറാൻ പറ്റൂ. നമ്മൾ ഈ കാണുമ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഡൈവേർട്ടറിൻ്റെ അവിടെ റൈറ്റ് സൈഡ് കോൾഡ് വാട്ടറിൻ്റെ ലൈൻ ഒട്ടിക്കണം. നമ്മൾ ഈ കാണുമ്പോൾ രണ്ടിടത്ത് നമ്മൾ കോൾഡ് വാട്ടറിൻ്റെ ലൈൻ കയറ്റാൻ വേണ്ടി പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ടീ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഡൈവേർട്ടറിൽ കയറ്റാൻ ടീ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഇവിടെ ഒരു ക്രോസിങ് വരുന്നതുകൊണ്ട് ഒരു ക്രോസ് ബെൻഡ് വെച്ച് അളവെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ക്രോസ് ബെൻഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആണി കടച്ച് പാക്കിങ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഹീറ്ററിലെത്തിക്കുള്ള ലൈനിൻ്റെ അളവാണ് എടുക്കുന്നത്. നമുക്ക് ഹീറ്ററിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ കോൾഡ് വാട്ടർ റൈറ്റ് സൈഡ് വരത്തക്ക രീതിയിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഹോട്ട് വാട്ടറാണ് എപ്പോഴും ഇടേ സൈഡ് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇതേപോലെ റെഡ്യൂസർ പോയിന്റ് കുറപ്പിക്കുമ്പോൾ നമ്മൾ പുറകിൽ ഇതേപോലെ ചാന്ത് വെച്ചിട്ട് വേണം വയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ടൈൽസൊക്കെ ഒട്ടിക്കുമ്പോൾ ഈ പോയിന്റൊക്കെ ഒരുപാട് അകത്തായി പോവും. പിന്നെ നമ്മൾ ആംഗിൾ വലയൊക്കെ ഇടുമ്പോൾ ഇത് കിടന്ന് ബലമില്ലാത്ത പോലെ ആടിക്കളയും. നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്കിവിടെ വരുമ്പോൾ ഹീറ്ററിൻ്റെ ബോക്സ്, ഇലക്ട്രിക് ബോക്സ് ഇവിടെയാണ് ഇട്ടിട്ടുള്ളത് പോയിന്റ്. അപ്പോൾ ആ ഹീറ്ററിൻ്റെ രണ്ട് പോയിന്റ് ഷവറും നമ്മൾ ഒരേ മട്ടത്തിനാണ് ഇവിടെ വെക്കുന്നത്. കാരണം ഈ ബാത്റൂം തട്ടുമട്ടം വരെ ടൈൽസ് ഒട്ടിക്കും, ഫുൾ ടൈലാണ്. അപ്പോൾ നമുക്ക് ഈ കാണുമ്പോൾ ഹീറ്ററിൻ്റെ പോയിന്റ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഡൈവേർട്ടറിൻ്റെ വലയ സൈഡുള്ള കോൾഡ് വാട്ടർ ഒട്ടിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ പീസിൻ്റെ ഹൈറ്റ് ഒന്ന് എടുക്കണം. ഡൈവേർട്ടറിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും. നമുക്ക് കോൾഡ് വാട്ടറിൻ്റെ ഭാഗത്താണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ ഡൈവേർട്ടറിൻ്റെ ഹൈറ്റ് എടുത്തിട്ടുള്ളത് 125 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഫിനിഷിങ് ചെയ്ത് വരുമ്പോൾ 120 സെൻറ്റിമീറ്റർ കിട്ടും. ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ മുൻവശമാണ്. ഇത് സ്ട്രൈറ്റ് ആണെന്ന് നോക്കണം. അതുപോലെ സൈഡിൽ നിന്ന് ഇത് മട്ടം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇത് കറക്റ്റ് മട്ടമായിരിക്കണം, പൊങ്ങാനും താഴാനും പാടില്ല. അത് നമ്മളെ കാഴ്ചയ്ക്ക് തന്നെ കിട്ടും ആ മട്ടം. അപ്പോൾ നമ്മളിവിടെ കോൾഡ് വാട്ടർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഒട്ടിക്കേണ്ടത് ഹോട്ട് വാട്ടറാണ്, എങ്കിലും ഇത് കറക്റ്റ് സ്റ്റഡിക്ക് നിൽക്കൂ. അപ്പോൾ നമ്മളിവിടെ ഹീറ്ററിന് വേണ്ടിയിട്ടുള്ള ഹോട്ട് വാട്ടറിൻ്റെ എൽബോ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനാണ് നേരത്തെ നമ്മൾ ഈ ക്രോസ് ബെൻഡ് ഒട്ടിച്ചത്, ഇതേപോലെ ഈ ക്രോസിങ് പറഞ്ഞതുകൊണ്ട്. ഇനി നമുക്കിതും ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഒരു മട്ടമാണ് നമ്മൾ ത്രെഡ് എൽബോ വയ്ക്കാൻ വേണ്ടി. ആ മട്ടം വെച്ചിട്ട് ഒരു അളവെടുക്കണം. ഇത് നമ്മൾ നേരത്തെ ഈ ത്രെഡ് എൽബോ ഒട്ടിച്ച് പാക്ക് ചെയ്ത പോലെ തന്നെ ബാക്കിൽ ചാന്ത് വെച്ച് നമ്മൾ പാക്ക് ചെയ്യും. നമ്മൾ ഈ കാണുമ്പോൾ ഹീറ്ററിൻ്റെ വാട്ടർ ഹീറ്ററിൻ്റെ രണ്ട് പോയിന്റ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഷവറിൻ്റെ പോയിന്റ്
ഉറപ്പിക്കാനാണ്. ഇപ്പം നമ്മൾ ഈ ഷവറിൻ്റെ പോയിന്റും ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒറ്റ ലെവലിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈൽസൊക്കെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറി ഇറങ്ങിയൊക്കെ നിന്ന വൃത്തികേടായിരിക്കും ചിലപ്പോൾ കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഷവറിൻ്റെ പോയിന്റ് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ച് ഇതേപോലെ ചാന്ത് വെച്ച് പാക്ക് ചെയ്യുകയാണ്. ഇവിടുത്തെ ഷവറിൽ ഇതിൽ 2 അടിയുടെ ഷവറാമാണ് വയ്ക്കുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് 3 ഒരേ മട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ 3 പോയിന്റ് ഒരേ മട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മളിനി ഇവിടെ ആണി അടിച്ച് പാക്ക് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണും പോലെ ഷവർ പോയിന്റ്, ഹീറ്ററിൻ്റെ 2 പോയിന്റ്, 3 പോയിന്റ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും ഷവർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഒട്ടിക്കാൻ പോകുന്നത് ഈ സ്പൗട്ടിൻ്റെ പോയിന്റാണ്. സ്പൗട്ടും വരുമ്പോൾ നമുക്കിവിടെ ഒരു ക്രോസും വരും. നമ്മളിതുപോലെ ഒരു ക്രോസ് ബെൻഡ് ഇട്ടിട്ടാണ് ഈ സ്പൗട്ടിൻ്റെ പോയിന്റ് ഇവിടെ ഒട്ടിക്കുന്നത്. നമ്മളിവിടെ ക്രോസ് ബെൻഡ് ഒരു എൽബോ ഇട്ട് നമ്മൾ ഡൈവേർട്ടിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഒട്ടിക്കുന്നത് നമ്മളെ സ്പൗട്ടാണ്. സ്പൗട്ട് നമ്മൾ തറയിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 75 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് സെൻറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫിനിഷിംഗ് എല്ലാം ചെയ്ത് വരുമ്പോൾ 70 സെൻറ്റ് കിട്ടും. നമുക്ക് സ്പൗട്ടിൻ്റെ പോയിന്റ് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇവിടെ നമ്മൾ എൽബോ ഇട്ടാണ് ഒട്ടിക്കുന്നത്. നമുക്ക് ഈ ഡൈവേർട്ടറിൻ്റെ കറക്റ്റ് സെൻറ്റർ വരാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ചാലടിച്ചിട്ടുണ്ട് ക്രോസ് ആയിട്ട്. ഇത് നമ്മൾ തൂക്ക് നോക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ നമ്മൾ ചാന്തൊക്കെ ഇട്ട് പാക്ക്. അപ്പോൾ നമ്മൾ സ്പൗട്ടിൻ്റെ പോയിന്റ് നമ്മൾ തൂക്കെല്ലാം നോക്കി നമ്മൾ ചാന്ത് വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് ഷവറിൻ്റെ പോയിന്റാണ്. ഹാൻഡ് ഷവർ നമ്മൾ ഈ ഒരു അളവിൽ തന്നെ വയ്ക്കുന്നത്. നമ്മൾ ഈ പോയിന്റ് ഒട്ടിക്കുമ്പോൾ നമ്മൾ മട്ടമെല്ലാം നോക്കണം കറക്റ്റാണെന്ന്. നമ്മളിതും ചാന്ത് വെച്ച് ഉറപ്പിക്കും. അതുപോലെ നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചുമരുണ്ടല്ലോ, ഈ ചുമരിൽ നിന്ന് നമ്മൾ ഈ ഡൈവേർട്ടർ കൂടുതൽ ഈ കാണുന്ന ഭാഗമില്ല ഡൈവേർട്ടറിൻ്റെ, ഇത് കൂടുതൽ വെളിയിലോട്ട് വരാൻ പാടില്ല. ഈ ഒരു അളവ് നിൽക്കണം. അപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ മച്ചാന്മാരെ, എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഒരു 3-way ഡൈവേർട്ടർ സെറ്റിങ്സിനെ കുറിച്ചാണ്. നമ്മൾ ഇത് തറയിൽ നിന്ന് എടുത്തിട്ടുള്ള ഹൈറ്റും അതുപോലെ ഏതൊക്കെ ലൈനാണ് ചെയ്തിട്ടുള്ളതും അതുപോലെ ക്രോസ് ബെൻഡ് ഇട്ട് ലൈൻ ചെയ്തതും എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ കാണിച്ചത് നമ്മൾ വാട്ടർ ഹീറ്ററിൻ്റെ ലൈനും ഹെഡ് ഷവറിൻ്റെ ലൈനുമാണ്. ഇത് നമുക്ക് വരുമ്പോൾ നമുക്ക് ഹാൻഡ് ഷവറാണ്. അതുപോലെ സ്പൗട്ടാണ്. സ്പൗട്ടിന് നമ്മൾ തറയെന്ന് വെച്ച അളവെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.